ഗൈസ്, അപ്പോൾ നമുക്ക് മാളിൻ്റെ ഉള്ളിലേക്ക് കയറാം. ഇന്ന് രാത്രി വൈഫും അവരൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ എന്താ പറയുക, ഫുൾ ചുറ്റലാണ്. ഞാൻ ഇന്നലെ പറഞ്ഞോട്ട് ഇവിടെ പിന്നെയും വലിയ ചുറ്റലില്ല. ഇവന്മാരെല്ലാം എന്താ പറയുക, ഇതുപോലെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് എവിടെയാ എന്താന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇന്നലെ കയറിയ മാളിൽ നമ്മൾ ചുറ്റും. നമ്മളല്ല, ഞാൻ ചുറ്റി. ഇതൊരു സെക്ഷനാണ് കേട്ടോ പവലിയൻ മാളിൻ്റെ. അതുപോലെ അടുത്ത സെക്ഷനുണ്ട്. പവലിയൻ മാളിൻ്റെ മെയിൻ എൻട്രൻസ്. ഒപ്പോടെ പ്രമോഷനാണ്. ചാനലൊക്കെ ഉണ്ട് ഇവിടെ. ഞാൻ ആദ്യമായിട്ട് ചാനലിന് കേൾക്കുന്നത് എൻ്റെ ഫ്രണ്ട് പറയുമ്പോഴാണ്. ഭയങ്കര റേറ്റാണെന്നാണ് പറയുന്നത് ഒരു ഐറ്റത്തിന്. ഇതെവിടെ ഇത്? ഇത് ഇതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ. നമ്മൾ കയറി ലെവലിൽ നിന്ന് താഴത്തേക്ക് രണ്ടെണ്ണം ഉണ്ടോ? ഇല്ല, ഒരെണ്ണമുള്ളൂ. ഞാൻ ഇതിനു മുമ്പ് ഏതൊരു മാളിൽ കയറി. അത് നമ്മൾ കയറുന്ന ലെവലിൽ നിന്ന് 2 ലെവൽ താഴേക്ക്. നമ്മുടെ ലുലുവിലൊക്കെ പാർക്കിംഗ് അല്ലേ ഇത്? നമ്മുടെ ഗോൾഡ് സൂക്കൊക്കെ പോലെ. ഒരു ഗോൾഡ് സൂക്കിൽ ഒരു ലെയറാണെങ്കിൽ ഇവിടെ 2 ലെയർ. ഇതെന്താ ചാനലിൻ്റെ നിരത്തി പിടിച്ച കടകളോ? അങ്ങനെ 2 നില താഴത്തേക്ക് ഇതും, അതിൻ്റെ അടിയിൽ പാർക്കിങ്ങും. പക്ഷേ ആ മാൾ ഏതാണെന്ന് ഞാൻ ഓർക്കുന്നില്ല കേട്ടോ. ഇവിടെ ഉള്ളൊരു മാളാണ്. ആ മാളിൽ ഇനി കയറാൻ പറ്റിയ ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തിടാം. ഇവിടെ ഇതുപോലെ എല്ലാം നാവിഗേഷനൊക്കെ വെച്ചിട്ടുണ്ട്. അതൊന്നും വലിയ സീനൊന്നുമില്ല. നമുക്ക് താഴെ കിറങ്ങാം, മുകളിൽ പോണ്ട. ഇനി ഇവിടെ പൊന്നില്ല, ഇങ്ങനെ ഫുള്ള് ഇങ്ങനത്തെ കടകളും കാര്യങ്ങളൊക്കെയാണ്. കണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ? ഓരോ സ്ഥലത്തേക്കുള്ള കണക്ഷൻസും കണ്ടോ. ബ്രിഡ്ജ് ടു KL കൺവെൻഷൻ ഉണ്ട്. അങ്ങനെ ഓരോ സ്ഥലത്തേക്കുള്ള ഇതും കണക്ടിവിറ്റി. ഇവരെല്ലാവരും കണക്ടിവിറ്റി കൊടുത്തു. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടായിരുന്നു. മറ്റേ ലോട്ടൺ മാളിൽ നിന്ന് മറ്റേ ഷാങ്ഹായ് മാളിലേക്ക് അവർ എന്താ പറയുക, ഒരു ബ്രിഡ്ജ് ഇട്ട് കൊടുത്തേക്കുന്നു. അതുപോലെ ഫാരൻഹീറ്റിലേക്ക് ഇല്ലാന്ന് തോന്നണം. പക്ഷെ ഇവിടെ നിന്ന് എന്താ പറയുക, ഇവർ മ്യൂച്വൽ കണക്ഷൻ്റെ ആൾക്കാരാണെന്ന് തോന്നുന്നു. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കണക്ട് ചെയ്യാനായിട്ട് ഫുൾ വാക്ക് വിട്ടേക്കണം. അതായത് നമുക്ക് റോഡൊന്നും ക്രോസ് ചെയ്യണ്ട. ഈ മാളിൽ നിന്ന് അപ്പുറത്തേക്ക് എടുക്കണമെങ്കിൽ അവർ വാക്ക് വിട്ട് തന്നിട്ടുണ്ട്. അങ്ങനെയാണ്. ഞാൻ ആക്ച്വലി ഒരു എന്താ പറയുക, വാക്ക് വേ കൂടെ നടന്നിട്ടാണ് ആക്ച്വലി ഇവിടെ എത്തിയത്. ഇതിനു മുമ്പ് ഈ മാളിൽ വന്നപ്പം ആദ്യം ഞാൻ എല്ലാ സ്ഥലത്തും ഒന്ന് പോവും. അതിനുശേഷമാണ് ഞാൻ പിന്നെ വീഡിയോ എടുക്കുന്നത്. പക്ഷെ ഞാൻ അത് ഇതിലേ വന്നത് ഞാൻ മറന്നുപോയി. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അതൊരു എയർ വാക്ക് വേ ആണത്. അതിനെന്താ പറയണതെന്ന് എനിക്കറിയാൻ പാടില്ല. അതിലൊരു വഴിയുണ്ട്. അവിടേക്ക് എങ്ങനെ പോണേന്ന് നോക്കട്ടെ. എക്സിറ്റാണോ? പക്ഷെ അന്ന് എനിക്ക് എക്സിറ്റ് അടിക്കേണ്ട വന്നില്ല കേട്ടോ. ഞാൻ നേരെ അവിടേക്ക് പോവാണ് ചെയ്തത്. നേരെ ഞാൻ മാളിൻ്റെ ഉള്ളിലേക്കാണ് അന്ന് യെസ് ഇത് തന്നെ അല്ലേ? ഇത് തന്നെ.
പവലിയൻ ടവർ. അപ്പോൾ ഇത് തന്നെ വഴി. നമ്മൾ ഇന്നലെ നടന്നതില്ല, ഇല്ല ഇന്നലെ നടന്നില്ല. കണ്ടോ, ഇതിന്ന് പോയി ഇന്നലെ നമ്മൾ പോയ മെട്രോ സ്റ്റേഷനിലേക്ക് ഇത് കണക്ട് ചെയ്യും, ഈ ഒരു വാക്ക് വേ. ഇത് തന്നെ നമുക്ക് ട്വിൻ ടവറിലേക്കും ഇതേ വാക്ക് വേ യൂസ് ചെയ്യാം. എന്തായാലും ഇവിടം വരെ നടന്ന സ്ഥിതിക്ക് ഞാൻ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ എന്താ പറയുക, ഒരു കുഴിമന്തി റെസ്റ്റോറൻ്റ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ നമുക്കിന്ന് അവിടെ പോവാം. എനിക്കാണെങ്കിൽ നല്ല വിശപ്പുണ്ട്. അപ്പോൾ ഇന്ന് അവിടേക്ക് പോവാം. എന്തായാലും ഇവിടം വരെ നടന്നു, അപ്പോൾ നമുക്ക് കുറച്ചുകൂടി നടന്നാൽ അവിടെ എത്താം. ഇതിൽ നമുക്ക് താഴത്തേക്ക് ഇറങ്ങാം. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ടവറിലേക്ക് ഇവിടെ നിന്ന് ആക്സസ് ഉണ്ട്. ഇതിൽ നേരെ നടന്നാൽ ടവറിൻ്റെ അടുത്ത് വരെ എത്തില്ല, പക്ഷേ നമുക്ക് അതിൻ്റെ ഏകദേശം അടുത്ത് വരെ എത്താം. ഇത് വാക്ക് വേ ആണ്. അപ്പോൾ ഇതിന് ടവർ വരെ ഇതുപോലെ വാക്ക് വേ ആണ്. ഒരുപാട് ആൾക്കാരുണ്ട്. ഇന്ന് വ്യാഴാഴ്ചയായിട്ടും കുഴപ്പമില്ല, ആൾക്കാരുണ്ട്. ഞാൻ ഇവിടെ ഇപ്പോൾ കുറച്ച് നാളായി, ഒരു 1 മന്തായി. ഈ ഒരു തിരക്ക് എപ്പോഴും ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ മറ്റേ മോണോറയിൽ, അതായത് പവനിലേക്കുള്ള കാർ എൻട്രൻസ്, ഇത് വേറെ എൻട്രൻസ് ആണ്. ഞാൻ പറഞ്ഞോട്ട് ഇവിടെ നിന്ന് ഇത് നേരെ പോയി കഴിഞ്ഞാൽ മോണോറയിൽ രാജ് ചൗഹാൻ സ്റ്റേഷനിലേക്ക് എത്താം. ഇതിൽ നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് റൈറ്റാണ് എടുക്കേണ്ടത് ട്വിൻ ടവറിലേക്ക് പോകാനായിട്ട്. ഇവിടെ നിന്ന് അധികം ദൂരമൊന്നുമില്ല, ഇവിടെ നിന്ന് അടുത്താണ്. അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. എന്താ പറയുക, ഇതിനെന്താ പറയുക, വാക്ക് വേ അല്ലേ, അതുണ്ടെന്ന്. അപ്പോൾ താഴത്തെ ഇവിടെ നടക്കണ്ട, റോഡ് ക്രോസ് ചെയ്യേണ്ട, ഒന്നും വേണ്ട. പിന്നെ ഇത് AC ആണ്, അതാകുമ്പോൾ വെയിൽ കൊണ്ട് നടക്കാൻ വേണ്ട. നമുക്ക് പക്ഷേ ട്വിൻ ടവർ വരെ കിട്ടില്ല. അത് എന്താ പറയുക, അതിനൊരു 500 മീറ്റർ മുമ്പ് നമുക്ക് ഇറങ്ങേണ്ടി വരും. ഇതിന് ഇതുപോലെ ഡയറക്ഷൻസ് നോക്കി KLCC വരെ പോയാൽ മതി. അപ്പോൾ ഞാൻ ഇതൊന്ന് പോസ് ചെയ്ത് KLCC എത്തുമ്പോൾ ബാക്കി വീഡിയോ എടുക്കാനും വാക്ക് വേ അല്ല, വെറുതെ ഇതാക്കണ്ടല്ലോ. വേണമെങ്കിൽ ഓപ്പോസിറ്റ് ഇരുന്ന ആൾക്കാരെ കാണാം. എന്നാലും ഞാൻ പോസ് ചെയ്യാം. ഇന്ന് നമ്മൾ KLCC, അതാണ് ഈ പവലിയനൊക്കെ ഉള്ള, അല്ല സോറി ട്വിൻ ടവറൊക്കെ ഉള്ള ഇതിനെ പറയുന്നത്. KLCC എത്തുമ്പോൾ നമുക്കിനി വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ നമ്മൾ KLCC എത്തിയില്ല, ട്വിൻ ടവർ എത്തിയില്ല. ട്വിൻ ടവറിന് മുമ്പ് ഈ വാക്ക് വേയിൽ ഇപ്പോൾ ഡയറക്ഷൻസ് ഇതുണ്ട് അവർ എങ്ങനെ പോണേന്ന്. പക്ഷേ ഈ ഒരു ഏരിയയിൽ അവർ റൈറ്റ് സൈഡിലേക്കാണ് ട്വിൻ ടവർ ഇട്ടേക്കുന്നത്. അപ്പോൾ അത് റൈറ്റ് സൈഡിൽ പോയി ഇറങ്ങിയിട്ട് ഒരു കാര്യമില്ല. അത് റൈറ്റ് സൈഡിൽ പോയി ഇറങ്ങിയാൽ നമ്മളൊരു 200 മീറ്ററും കൂടി പിന്നെയും മുന്നോട്ട് ഇറങ്ങാം. അതെന്തിനാണ് അവരങ്ങനെ ഇട്ടേക്കണേന്ന് എനിക്കറിയില്ല. ഇത് ട്വിൻ ടവർ അല്ല ഇട്ടേക്കണേ, അവർ KLCC ഇട്ടേക്കുന്നത് അല്ലല്ലോ, ട്വിൻ ടവർ ഉണ്ടല്ലോ. പക്ഷേ ഈ ഒരു വഴി എടുത്തു കഴിഞ്ഞാൽ ഇതിങ്ങനെ പോകണം, പിന്നെ ലെഫ്റ്റ് ഒരു കയറ്റമാണ്, ആ കയറ്റം കയറണം, പിന്നെ ഇറങ്ങണം, അപ്പുറത്തേക്ക് എത്താം. അതേസമയം നമുക്ക് ഇതിലെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ എക്സിറ്റ് ഉണ്ട്. ഇത് ഇമ്പീരിയ KLCC ഹോട്ടലിലേക്കുള്ള, ഇമ്പീരിയ എന്നാണ് എഴുതിയേക്കണേ, ഇമ്പിയാന KLCC ഹോട്ടലിലേക്കുള്ള എൻട്രൻസ് ആണത്. ഞാൻ പറഞ്ഞല്ലോ, ഇവരെല്ലായിടത്തേക്കും കണക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട്. അവിടേക്ക് കണക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട്, എല്ലായിടത്തേക്കും പോകണ വഴിക്ക് എല്ലാ മാളിലേക്കും ഇതിന് ഇവർ കണക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ നിന്ന് കെല്ലുലാർ എന്ന് പറഞ്ഞാൽ എക്സിറ്റ്. നമുക്കിവിടെ നിന്ന് എക്സിറ്റ് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരെ ട്വിൻ ടവറിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ ആയിട്ടാണ്, ഇവിടെ അതല്ല ട്വിൻ ടവർ. നമുക്ക് ഇവിടെ നിന്നൊരു 500 മീറ്റർ ഉള്ളൂ ട്വിൻ ടവറിലേക്ക്. ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് ട്വിൻ ടവർ പോകുന്നില്ല, ഇന്ന് പോയാലും താഴത്തുനിന്നല്ലേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നാളെ നമ്മൾ ഉള്ളിൽ കയറുന്നുണ്ട്. അപ്പോൾ നമുക്ക് നാളെ അങ്ങോട്ട് പോകുമ്പോൾ വീഡിയോ എടുക്കാം. ഇതാണ് നടന്ന് ട്വിൻ ടവറിലേക്ക് വരാനായിട്ട്. അപ്പോൾ നമ്മൾ എത്ര മിനിറ്റ് നടന്നു? 9 മിനിറ്റ് നടന്നു. 9 മിനിറ്റ് കൊണ്ട് ഇവിടെ എത്തി. അപ്പോൾ ഞാനിത്തിരി സ്പീഡിൽ നടക്കുന്നുണ്ടായിരിക്കും, എന്നാലും ഒരു 15 മിനിറ്റിൽ നോർമലായിട്ട് നടന്നാലും ഇവിടേക്ക് എത്താം. 15 മിനിറ്റ് നിങ്ങൾക്ക് ട്വിൻ ടവർ എത്താം. ഇവിടെ നേരെ ഇറങ്ങാം. ഇവിടെ
ആ ബിൽഡിംഗ് കണ്ടില്ലേ, ആ ബിൽഡിങ്ങിന് മുമ്പിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് ഉണ്ട്. ആ റൈറ്റ് സൈഡ് തിരിഞ്ഞാൽ 100 മീറ്റർ ഉള്ളൂ. നമുക്ക് കുറച്ച് ദൂരെയാണെന്ന് തോന്നുമെങ്കിലും തൊട്ടടുത്താണ്. അവിടെ നിന്ന് ഒരു 100 മീറ്ററിൽ ടിൻ ടവറാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാനൊന്നും കൂടി ഗൂഗിൾ മാപ്പിൽ നോക്കട്ടെ ഹോട്ടൽ എവിടെയെങ്കിൽ, അല്ലെങ്കിൽ ഇന്നലത്തെ പോലെ വെറുതെ ചുറ്റേണ്ടി വരും. അപ്പോൾ ഇത് ഗ്രാൻഡ് ഹയാത്താണ് കേട്ടോ. ഗ്രാൻഡ് ഹയാത്ത് നിങ്ങളൊരു ഓർമ്മയായിട്ട് വെച്ചോ. അപ്പോൾ ഞാനൊന്ന് ഇത് നോക്കിയിട്ട് ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് ഇതേ വന്നു.